നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയോ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ പുറത്തേക്ക് യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഫോണിൽ ഇരുന്നുകൊണ്ട് കാണാൻ സാധിക്കും. അവരിപ്പോൾ നിലവിൽ എവിടെയാണുള്ളത്, അവരുടെ ലൊക്കേഷൻ എവിടെയാണ്, നമ്മുടെ എത്ര ദൂരത്താണ് അതുവരുള്ളത്, അതുപോലെ തന്നെ അവരുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ്, ബാറ്ററി ലെവൽ എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ സ്കൂളിലേക്കോ മറ്റോ പുറത്തേക്കോ പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ആരും പുറത്തേക്ക് ഇറങ്ങിയാൽ അവർ പുറത്തേക്ക് ഇറങ്ങിയത് മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അവർ സഞ്ചരിക്കുന്ന വഴികൾ വരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഗൂഗിളിൻ്റെ ഫൈൻഡ് ഹബ് എന്നുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഫൈൻഡ് ഹബ് എന്നുള്ള ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു ആപ്പ് ഉണ്ടാകും. ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഫൈൻഡ് ഹബ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ആപ്പ് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കണ്ടിന്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് മെയിൽ ഐ ഡി ഇവിടെ ഈ കാണുന്ന അരോമാർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് അലോ ചെയ്ത് കൊടുക്കണം. ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് റെഡ് മാർക്കിൽ ഡോട്ട് കാണും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കാനുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ലൊക്കേഷൻ പെർമിഷൻ കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ലൊക്കേഷൻ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നിങ്ങൾ ആരുടെ ഫോണാണോ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യയുടേതോ കുട്ടികളുടെയൊക്കെ ഫോണിൽ അവരുടെ ഫോൺ എടുത്തതിന് ശേഷം നിങ്ങൾ അവരുടെ ഫോണിൽ ഈ ഫൈൻഡ് ഹബ് എന്നുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതേപ്പോൾ നമ്മൾ കാണിച്ച ആപ്പ് അത് ഓപ്പൺ ചെയ്ത് നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി. അവരുടെ മെയിൽ ഐ ഡി നിങ്ങൾ അവരുടെ ഫോണിലുള്ള മെയിൽ ഐ ഡി കണക്ട് ചെയ്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവരുടെ മൊബൈൽ ഫോണിൽ ഓർക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഫോണിലല്ല അവരുടെ ഫോൺ ഇതുപോലെ ഓപ്പൺ ചെയ്ത ശേഷം താഴെ പ്യൂപ്പിൾ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ ന്യൂ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ന്യൂ ഷെയർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഇൻ്റർഫേസിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം ഫോർ 1 hour എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 4 ഓപ്ഷൻ കാണിക്കും. ഫോൺ 1 hour, ടുഡേ ഓൺലി, അൻറ്റിൽ യു ടേൺ ദിസ് ഓഫ്, കസ്റ്റം ഡ്യൂറേഷൻ. ഇവിടെ നമുക്ക് ഒന്നാമത്തേൽ 1 hour നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ മാത്രമേ ഈ ഒരു ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. രണ്ടാമത്തെ ടുഡേ ഓൺലി, ഈ 24 hours മാത്രമേ നമുക്ക് ഷോ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ അൻറ്റിൽ യു ടേൺ ദിസ് ഓഫ് എന്നുള്ളത്, അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ഫോൺ എടുത്ത് എപ്പോഴാണോ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ഇത് ക്ലോസ് ആകുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങൾ എത്ര കാലം ഓഫ് ചെയ്യാതിരിക്കുന്നോ അത്രയും കാലം അവരുടെ ലൊക്കേഷൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓരോ വ്യക്തികളെയും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മെയിൽ ഐ ഡിയുമായി കണക്ട് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് ഇതെല്ലാം കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പറുള്ള വ്യക്തികളെയും കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഏതാണെങ്കിൽ നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എൻ്റെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തു. താഴെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇവിടെ താഴെ ഷെയർ ബട്ടൺ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ആ വീട്ടിലുള്ള ആരുടെയെങ്കിലും മൊബൈൽ ഫോൺ എടുത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കൊടുത്ത നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് പോകും. അപ്പോൾ ഞാനിവിടെ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യാണ്. മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ഇപ്പോൾ ആ മെയിൽ ഐ ഡി വന്ന് ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ലൊക്കേഷൻ മാപ്പ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്കത് ജസ്റ്റ് വ്യൂ ഗൂഗിൾ മാപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവരിപ്പോൾ നിൽക്കുന്ന എവിടെയാണ് എന്ന് കൃത്യമായ ലൊക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 47% ബാറ്ററി അവരുടെ ഫോണിനകത്തുണ്ട് എന്നുള്ളതും അവരുടെ ലൊക്കേഷനൊക്കെ കിട്ടും. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഫോണിനകത്ത് ഈ ഫൈൻഡ് മൈ ഹബ് എന്നുള്ള ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്ന ആ ഒരു ലൊക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും. കാരണം നമ്മുടെ മെയിൽ ഐ ഡിയാണ് നമ്മളിതിനകത്ത് കൊടുത്തിരിക്കുന്നത് അവരുടെ ഫോണിൽ. അപ്പോൾ അത് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സേവ് ആയി കിടക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ ആ ഒരു മെയിൽ ഐ ഡി അവരയച്ചെന്ന അവരുടെ ലൊക്കേഷൻ നമ്മൾ അയച്ച ആ ഒരു മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക. അവരെവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇത് നമുക്ക് എപ്പോഴാണോ ഓഫ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് അവരുടെ ഫോണിൽ തന്നെ കിട്ടണമെന്നില്ല. നമ്മുടെ ഫോണിൽ തന്നെ ഈ ഒരു മെയിൽ ഐ ഡി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ സ്റ്റോപ്പ് ഷെയറിങ് യുവർ ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യണമെന്നാണെങ്കിൽ ഏതെങ്കിലും സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം തോന്നുകയാണെങ്കിൽ അവരുടെ ഫോൺ എടുക്കുക. അവരുടെ ഫോൺ എടുത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത അവരുടെ ഫോൺ എടുത്ത് നിങ്ങൾ ഈ ഫൈൻഡ് മൈ ഹബ് എന്നുള്ള ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത് കാണുന്ന പ്യൂപ്പിൾ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാം ഏതൊക്കെ മെയിൽ ഐ ഡിക്ക് ഏതൊക്കെ ഇമെയിൽ ഐ ഡിയിലേക്ക് അവരുടെ ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കാണാൻ സാധിക്കും. നമ്മൾ ആ മെയിൽ ഐ ഡി ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. താഴെ കാണാം സ്റ്റോപ്പ് ഷെയറിങ് യുവർ ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ 3 ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ ബ്ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ഏത് സമയത്തും നിങ്ങളറിയാത്ത ഇമെയിൽ ഐ ഡി ആണെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ ലൊക്കേഷൻ പിന്നെ ഷെയർ ചെയ്യാൻ പറ്റില്ല, അത് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇവിടെ സ്റ്റോപ്പ് ഷെയറിങ് ലൊക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോണിലല്ല നിങ്ങളത് സെറ്റ് ചെയ്യേണ്ടത്, അവരുടെ ഫോൺ എടുത്ത് ഫൈൻഡ് മൈ ഹബ്ബ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്ത് അതിനകത്താണ് നിങ്ങളുടെ മെയിൽ ഐ ഡി കൊടുത്ത് ഷെയർ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് വരും, അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കാണാൻ പറ്റും. എല്ലാ സമയത്തും ആ ലൊക്കേഷൻ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.